വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ പി.സി. ശശീന്ദ്രൻ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങൾ കാണിച്ചാണ് ഗവർണർക്ക് രാജി നൽകിയത്. എന്നാൽ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് സസ്പെൻഡ് ചെയ്ത 33 വിദ്യാർത്ഥികളെ വി.സി. തിരിച്ചെടുത്ത നടപടി റദ്ദാക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശിച്ചതിനു പിന്നാലെയാണ് ഈ രാജി. വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിൽ റിപ്പോർട്ടും ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ കോളേജ് പുറത്താക്കിയ 33 വിദ്യാർത്ഥികളെയാണ് വൈസ് ചാൻസലർ തിരിച്ചെടുത്തത്. ക്രൂരമർദ്ദനത്തിലും ആൾക്കൂട്ട വിചാരണയിലും കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് എതിരെയെടുത്ത നടപടി വി.സി. ഡോക്ടർ പി.സി. ശശീന്ദ്രൻ റദ്ദാക്കുകയായിരുന്നു. നിയമോപദേശം തേടാതെയായിരുന്നു പുതുതായി ചുമതലയേറ്റ വി.സിയുടെ ഈ നടപടി. സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിലൊരാളുടെ സ്വന്തക്കാരെ സംരക്ഷിക്കാനാണ് ധൃതി പിടിച്ചുള്ള തീരുമാനമെന്ന് ആരോപണമുയർന്നിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വെറ്റിനറി സർവകലാശാലയിൽ നിന്നും വിരമിച്ച അധ്യാപകനാണ് ഡോക്ടർ ശശീന്ദ്രൻ. സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മുൻ വി.സി. ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിനെ ഗവർണർ മാറ്റിയിരുന്നു. ശേഷമാണ് ഡോക്ടർ ശശീന്ദ്രന് ചുമതല നൽകി ഗവർണർ ഉത്തരവിട്ടത്. ഇതിനിടെ മരിച്ച സിദ്ധാർത്ഥൻ്റെ പിതാവ് ടി. ജയപ്രകാശ് ഗവർണറെ കണ്ട് പരാതി നൽകിയിരുന്നു. കേസ് അന്വേഷണത്തിൽ ആശങ്ക ഉണ്ടെന്ന് കുടുംബം അറിയിച്ചു. രേഖാമൂലം പരാതി നൽകിയതാണ് വിവരം. CBI അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നും പോലീസ് അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറെ കണ്ട് പരാതി നൽകിയത്. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് വി.സിയുടെ ഇഷ്ടപ്രകാരമെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു. വി.സിക്കെതിരെ ഗവർണർക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ-സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഫെബ്രുവരി 16-ന് 6 മണിക്കൂറോളം നീണ്ട റാഗിംഗ് പീഡനങ്ങൾക്കും ആൾക്കൂട്ട വിചാരണക്കും സിദ്ധാർത്ഥൻ ഇരയായിരുന്നു. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് സിദ്ധാർത്ഥിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുന്നിൻ മുകളിലെ മർദ്ദന സമയത്ത് ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന മൊഴി ഗൂഢാലോചന തെളിയിക്കുന്നതിൽ നിർണായകമാണ്. എന്നാൽ ഈ വിഷയം പോലീസിന് വിട്ടുകൊടുക്കുകയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് ചെയ്തിരിക്കുന്നത്. സിദ്ധാർത്ഥൻ മോശമായി പെരുമാറിയെന്ന് ഇന്റേണൽ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയുടെ പകർപ്പ് SFI ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ കോളേജിലെത്തി വാങ്ങിക്കൊണ്ടുപോയതായും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.